ഹായ് ഫാമിലി, അങ്ങനെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പൊ ഞാൻ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ച് പോകണ്ടോ. വേറെ ആരുമല്ലടോ, എൻ്റെ ഇച്ചായം തന്നെ കേട്ടോ. ആള് ഡ്യൂട്ടിയിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ടാക്സിയൊക്കെ വിളിച്ച് ഒറ്റയ്ക്ക് ഇച്ചായൻ്റെ കമ്പനി വരെ പോണത് കേട്ടോ. അപ്പൊ അങ്ങനെ കമ്പനി അടുത്തെത്താറായേ. ഇതുവരേക്കും ആൾക്കറിയില്ല കേട്ടോ ഞാൻ ചെല്ലുണ്ടെന്ന്. ഇതിക്ക് മുന്നേ ഞാൻ ബസ്സിന് ഒരു പ്രാവശ്യം പോയിട്ട് ഇച്ചായന് സർപ്രൈസ് കൊടുത്തേനെ കേട്ടോ. ഞാൻ വിളിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചായൻ പുറത്തോട്ട് തന്നെ വന്നു. അതേ ഞങ്ങൾ പ്ലാന്റിൽ കയറി കേട്ടോ. എൻ്റെ ഇച്ചാൻ വർക്ക് ചെയ്യണത് ഒരു ഫുഡ് എക്സ്പോർട്ടിങ് കമ്പനിയുടെ സൂപ്പർവൈസറായിട്ടാണ്. അപ്പോൾ ചെന്ന് കണ്ടപ്പോഴത്തേക്കും ആൾ എൻ്റെ അടുത്ത്, നീ ഒറ്റയ്ക്കാണോ വന്നേ, എങ്ങനെയാ വന്നേ, ടാക്സിക്കാണോ വന്നേ, ബസ്സിനാണോ വന്നേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. ഞാൻ കമ്പനിക്ക് കുറച്ച് മുന്നായിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അങ്ങനെ എൻ്റെ അടുത്ത് ടൈം നോക്കിയിട്ട് ആള് പറഞ്ഞു, എന്തായാലും നീ വന്നേല്ലേ, എന്നാൽ നമുക്ക് ചായ കുടിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ചായ കുടിക്കാൻ പോകണ്ടോ. അപ്പോഴാണ് എൻ്റെ പൊന്നോ ഭയങ്കര ചൂടാണേ. ഈ ചൂടത്ത് പുറത്തൊക്കെ നിന്ന് വർക്ക് ചെയ്യണവരെ സമ്മതിക്കണം കേട്ടോ, അമ്മാതിരി ചൂടാട്ടോ. അപ്പോൾ അങ്ങനെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് ഞാൻ പിന്നെ ചായപ്പിരാന്തി ആയതുകൊണ്ട് ഏത് ചൂടത്തും എനിക്ക് ചായ തന്നെ മതി കേട്ടോ. അങ്ങനെ എനിക്കൊരു ചായയും ഈ ചായനൊരു ഷെയ്ക്കും പിന്നെ എന്തായിരുന്നു കഴിച്ചത്, ഒരു ഷവർമയും കൂടി പറഞ്ഞു കേട്ടോ. ഞാൻ പറയാറില്ലേ, ഇവിടത്തേക്ക് ഷവർമയ്ക്കും എല്ലാത്തിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് കുറെ സാധനങ്ങളുടെയൊക്കെ അഡിക്റ്റ് ആയി പോയിട്ടുണ്ട് കേട്ടോ. അതിലൊരെണ്ണാണ് ഇത്. ചായയുടെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു കുപ്പി തണുത്ത വെള്ളം കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നേ, കാരണം ചൂടിനെ അതിജീവിക്കണം കേട്ടോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഈ ചായനെ കുറച്ചും കൂടി വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോവാണേ. നമുക്കുണ്ടല്ലോ ഇതുപോലെ ഈ ടാക്സിക്കും കാറിനൊക്കെ പോണേക്കാളും ബെറ്റർ ആയിട്ടേ ദുബായിയുടെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഇവിടുത്തെ ബസ്സിൽ തന്നെ പോണതാണ് കേട്ടോ. അതിൻ്റെ ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടുക. പിന്നെ ദേ കാണുന്നുണ്ടോ, അത് ഇവിടുത്തെ ഫ്ലാഗ് ആണ്. ഇവരുടെ ഈ ഫ്ലാഗ് ഉണ്ടല്ലോ എല്ലാ വില്ലകളിലും അതുപോലെ എല്ലാ ബിൽഡിങ്സിലും ഉണ്ടാവേ. കാരണം ഇവരുടെ രാജ്യത്തിന്റെ സ്നേഹം കാണിക്കണതാണ് കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തിയേ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.